ഇന്നിപ്പം ഇന്ത്യൻ IT സ്പേസിൽ എല്ലാവരും ശ്രദ്ധ നേടുന്ന രണ്ട് മിഡ് ക്യാപ് കമ്പനികളുണ്ട്. കൊഫോജ് അതിൽ പെർസിസ്റ്റന്റ് സിസ്റ്റംസ്. അപ്പൊ ഇൻഡസ്ട്രിയുടെ 3 ഇയർ സെയിൽസ് CAGR വരുന്ന ഏകദേശം 19%. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും അതിവേഗത്തിലാണ് ഇവിടെ വളരുന്നത്. ഇപ്പൊ കൊഫോജ് 23%, പെർസിസ്റ്റന്റ് 28%. ഇനി അവരുടെ ബിസിനസ് ഫോക്കസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊഫോജ് മെയിൻലി ട്രാവൽ, ബാങ്കിങ്, അതിൽ ഇൻഷുറൻസ് സർവീസിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ബാങ്കിങ്, ഹെൽത്ത് കെയർ, അതുപോലെ പ്രൊഡക്ട് എഞ്ചിനീയറിംഗിലേക്കാണ്. അപ്പോൾ Q2 ഫൈനാൻഷ്യൽ 2026 കൊഫോജ് 3986 കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 32% ഗ്രോത്തോടെ. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റന്റ് റവന്യൂ വരുന്നത് 3581 കോടിയായിരുന്നു, 24% ഗ്രോത്തോടെ. ഇനി പ്രോഫിറ്റബിലിറ്റിയുടെ ടേംസിൽ പെർസിസ്റ്റന്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് 13% മാർജിനോടെ, അതുപോലെ 24% ROE. ഇപ്പോൾ കൊഫോജ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 11% മാർജിൻ, അതുപോലെ 16% ROE ആണ്. ഇവിടെ ഓർഡർ വിന്യൂ സ്ട്രോങ് ആണ്. ഇപ്പൊ പെർസിസ്റ്റന്റ് 609 മില്യൺ മൂല്യമുള്ള ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് സെയിൽസിന്റെ ഏകദേശം 17%. അതേസമയത്ത് കൊഫോജ് ആണെങ്കിൽ $514 മില്യൺ മൂല്യമുള്ള ഡീലാണ് സൈൻ ചെയ്തത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സെയിൽസിന്റെ 13%. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് കൊഫോജ് ഇവിടെ വേഗത്തിൽ വളരുന്നുണ്ട്. എന്നാൽ പെർസിസ്റ്റന്റ് നമ്മൾ നോക്കുക എന്താണ് അവർ നന്നായിട്ട് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ വാല്യുവേഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് കമ്പനി ഇവിടെ പ്രീമിയത്തിലാണുള്ളത്. കൊഫോജ് 53x-ലും പെർസിസ്റ്റന്റ് 55x-ലും. അതേസമയത്ത് ഇൻഡസ്ട്രി വരുന്നത് 30x-ലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ് പെർസിസ്റ്റന്റ് PEG റേഷ്യോ 2.1x-ലാണ്, കൊഫോജിന്റെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8.1x ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നിലവിൽ എന്താണ് നൽകിയിരിക്കുന്ന ഗ്രോത്തിൽ പെർസിസ്റ്റന്റ് വാല്യൂഷൻ ആണ് കൂടുതൽ നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നതെന്നാണ്. സോ കൊഫോജ് അതിൽ പെർസിസ്റ്റന്റ് ഇതിൽ ഏത് കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്? ആ താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യുക.